PSC ഹോംവർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സീരീസിലെ 7ാമത്തെ ഓഡിയോയാണിത്. ഇതിലും 100+ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 1ാം ലോക മഹായുദ്ധം ആരംഭിച്ചത് എന്ന്? 1914. 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1939. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? കോസി. ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല എവിടെയാണ്? വിശാഖപട്ടണം. നാസി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? അഡോൾഫ് ഹിറ്റ്ലർ. മനുഷ്യ ശരീരത്തിലുള്ള ശിരോനാഡികളുടെ എണ്ണം? 12 ജോഡി. LPGയിലെ പ്രധാന ഘടകങ്ങൾ? പ്രൊപ്പൈൻ, ബ്യൂട്ടെയിൻ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം? പസഫിക് സമുദ്രം. പാലരുവി വെള്ളച്ചാട്ടം ഏതു ജില്ലയിലാണ്? കൊല്ലം. വാക്കർ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ്. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡലാൽ സ്ട്രീറ്റ്. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിത്തുടങ്ങിയത് ഏതു വർഷമാണ്? 1860. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നത് എന്ന്? 1986 ഓഗസ്റ്റ് 1. വാതകങ്ങളും ധൂളികളും അടങ്ങിയ മേഘപടലങ്ങൾക്ക് പറയുന്ന പേര്? നെബുല. നീല രക്തമുള്ള ജീവികൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മോളസ്കുകൾ. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ഫിൻലൻഡ്. ആനകളുടെ സംരക്ഷണത്തിനായുള്ള പ്രോജക്റ്റ് എലിഫൻ്റ് ഭാരത സർക്കാർ ആരംഭിച്ചത് ഏത് വർഷം? 1992. പഞ്ചലോഹങ്ങൾ ഏതെല്ലാം? സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, നാഗം. ഇന്ത്യയിലെ ആദ്യ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഏത് വർഷം? 1924. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട്? ബാണാസുര സാഗർ ഡാം. ഉപഗ്രഹം? അത് വയനാടാണ്. ചന്ദ്രൻ. ഏറ്റവും ചെറിയ ഗ്രഹം? ബുധൻ. ഏറ്റവും വലിയ അക്ഷാംശരേഖ? ഭൂമധ്യരേഖ. ബഹുജനഹിതായ ബഹുജനസുഖായ എന്തിൻ്റെ ആപ്തവാക്യമാണ് ഇത്? ആകാശവാണി. വായുശൂന്യമായ അന്തരീക്ഷ ഭാഗം? എക്സോസ്ഫിയർ. ഇന്ത്യയിലെ ലാവാ പീഠഭൂമി? ഡെക്കാൻ പീഠഭൂമി. എവറസ്റ്റിൻ്റെ ഉയരം? 8850. 8850 മീറ്റർ. സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് എങ്ങനെ? ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ വരുമ്പോൾ. ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിൽ വരുമ്പോൾ. അമേരിക്കൻ ഐക്യനാടുകളുടെ സമീപത്തുകൂടി ഒഴുകുന്ന ഉഷ്ണജല പ്രവാഹം? ഗൾഫ് സ്ട്രീം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം? സിലിക്കൺ. വേലിയേറ്റം ഉണ്ടാകുന്നതിന് കാരണം? സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണം. ഫ്യൂജിയാമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ജപ്പാൻ. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്നത്? സൂയസ് കനാൽ. അറ്റ്ലാന്റിക്കിനെയും ശാന്തസമുദ്രത്തെയും യോജിപ്പിക്കുന്നത്? പനാമ കനാൽ. യുറാനസ് ഗ്രഹം കണ്ടുപിടിച്ചത് ആര്? വില്യം ഹെർഷൽ.
ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് എന്ന്? 1959 സെപ്റ്റംബർ 15. ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ വനിത? വാലന്റീന തെരഷ്കോവ. മരണത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത്? ഖൈബർ ചുരം. ഇന്ത്യക്ക് വടക്ക് സമാന്തര പർവ്വതങ്ങൾക്കിടയിൽ കാണുന്ന പീഠഭൂമി? ടിബറ്റ്. ഏറ്റവും സാന്ദ്രതയുള്ള ഗ്രഹം? ഭൂമി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം? വ്യാഴം. ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം? സിറിയസ്. ഏറ്റവും നീളമുള്ള പവിഴപ്പുറ്റ് നിര? ഗ്രേറ്റ് ബാരിയർ റീഫ്. ഒരു വ്യാഴവട്ടം എത്ര വർഷമാണ്? 12. ഏറ്റവും വലിയ തടാകം? കാസ്പിയൻ കടൽ. ബോക്സർ ലഹള നടന്ന രാജ്യം? ചൈന. ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം? ഏഞ്ചൽ. മലയാളത്തിലെ ആദ്യ നോവൽ? കുന്തലത. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ? ഇന്ദുലേഖ. മലയാള കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം? വള്ളത്തോൾ നാരായണമേനോൻ, ഉള്ളൂർ പരമേശ്വരയ്യർ, കുമാരനാശാൻ. നാട്ടുഭാഷയും സംസ്കൃതവും കൂട്ടിക്കലർത്തിയ സാഹിത്യശാഖ? മണിപ്രവാളം. കൃഷ്ണഗാഥയുടെ രചയിതാവ്? ചെറുശ്ശേരി. കഥകളിയുടെ ആദ്യത്തെ പേര്? രാമനാട്ടം. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്? കൊട്ടാരക്കര തമ്പുരാൻ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? കുഞ്ചൻ നമ്പ്യാർ. കേശവീയത്തിൻ്റെ രചയിതാവ്? KC കേശവപിള്ള. കേരള കാളിദാസൻ? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ബൈബിൾ ആദ്യമായി വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ? ബംഗാളി. ഏറ്റവും ദൈർഘ്യമുള്ള ഇതിഹാസം? മഹാഭാരതം. പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം? ഇൻവാർ. ആദ്യത്തെ മലയാള ശബ്ദ ചലച്ചിത്രം? ബാലൻ. കൃത്രിമ മഴ പെയ്യ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? സിൽവർ അയഡൈഡ്. എക്സോബയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ബഹിരാകാശ ജീവജാലങ്ങൾ. ജ്ഞാനപീഠം അവാർഡിന് അർഹമായ ആദ്യത്തെ മലയാള കൃതി? ഓടക്കുഴൽ. കേരളത്തിലെ ലോകപ്രശസ്തമായ കലാരൂപം? കഥകളി. വെടിമരുന്ന് നിർമ്മിതിക്ക് വേണ്ട പ്രധാന ലവണം? പൊട്ടാസ്യം നൈട്രേറ്റ്. കറിയുപ്പിൻ്റെ രാസനാമം? സോഡിയം ക്ലോറൈഡ്. ഒരു ലോഹത്തിൽ മെർക്കുറി പൂശുന്നത് എന്നതിനെ പറയുന്നത്? അമാൽഗമേഷൻ. വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന വാതകം? അമോണിയ. വൈദ്യുതി പ്രവഹിക്കുന്ന ലായനിയുടെ പേര്? ഇലക്ട്രോലൈറ്റ്. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന വൃക്ഷം? അശോകം. വജ്രം എന്തിൻ്റെ രൂപാന്തരമാണ്? കാർബൺ. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം? സോഡിയം. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. സോളാർ സെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം? സിലിക്കൺ. ജിപ്സത്തിൻ്റെ രാസനാമം? കാൽസ്യം സൾഫേറ്റ്. വെടിയുപ്പിൻ്റെ രാസനാമം? പൊട്ടാസ്യം നൈട്രേറ്റ്. അലൂമിനിയത്തിൻ്റെ പ്രധാന അയിര്? ബോക്സൈറ്റ്. എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്നത്? മഗ്നീഷ്യം സൾഫേറ്റ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം? ഹൈഡ്രജൻ.
ക്രിസ്റ്റൽ ആകൃതിയിൽ കാണുന്ന കാർബൺ രൂപം. വജ്രം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം. ആഫ്രിക്ക. വാട്ടർ ഗ്യാസിൻ്റെ ഘടകങ്ങൾ. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ. സാർവത്രിക ലായകം. ജലം. നൈട്രജനും ഹൈഡ്രജനും സംയോജിച്ചുണ്ടാകുന്ന വാതകം. അമോണിയ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ആദ്യമായി മനുഷ്യൻ നിർമ്മിച്ച കൃത്രിമ നാര്. റയോൺ. ഇരുമ്പിൻ്റെ രാസനാമം. ഫെറം. ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആൽഫ കിരണത്തിൻ്റെ ചാർജ്. പോസിറ്റീവ്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹമൂലകം. ബ്രോമിൻ. രാസപ്രവർത്തനത്തിൻ്റെ വേഗത വ്യത്യാസപ്പെടുത്തുന്ന പദാർത്ഥങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉൾപ്രേരകങ്ങൾ. ജലത്തിൻ്റെ ഘടകവാതകങ്ങൾ ഏതെല്ലാം? ഹൈഡ്രജൻ, ഓക്സിജൻ. പ്രകൃതിവാതകത്തിൻ്റെ മുഖ്യ ഘടകം. മീഥെയ്ൻ. 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ. ജസ്റ്റിസ് ഫസൽ അലി. പാനിപ്പട്ട് എന്ന ചരിത്രപ്രസിദ്ധമായ സ്ഥലം ഇന്ത്യയിൽ എവിടെയാണ്? ഹരിയാന. ബിസ്മില്ല ഖാൻ ഏത് രംഗത്ത് പ്രസിദ്ധനാണ്? ഷഹനായ് വിദഗ്ധൻ. 1000, 500 രൂപ നോട്ടുകൾ അസാധുവാക്കിയത് എന്ന്? 2016 നവംബർ 8. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ചീഫ് എഞ്ചിനീയർ. കേണൽ പെനിക്യുക്ക്. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭാരത സർക്കാർ നൽകുന്ന ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യം നേടിയ ഭാരതീയൻ ആര്? ബാബ ആംതെ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ കവി. പി കുഞ്ഞിരാമൻ നായർ. ആദ്യമായി വയലാർ അവാർഡ് നേടിയ പുസ്തകം. അഗ്നിസാക്ഷി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ നോവൽ. ഉമ്മാച്ചു. ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1952 മെയ് 13. സാർക്ക് സ്ഥാപിതമായ വർഷം 1985. സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. നീലക്കുറിഞ്ഞി എത്ര വർഷം കഴിയുമ്പോഴാണ് പൂക്കുന്നത്? 12 വർഷം. കൊങ്കണി ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം. ഗോവ. റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. CD ദേശ്മുഖ്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896. 1896. പിത്തരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിൽ. ഫിഫ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏതു ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം. ഇരവികുളം. വർഷം 1978. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പരാമർശിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. JC ബോസ്. മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര അധ്യായങ്ങളുണ്ട്? യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ പുരാതന രാജവംശം. അറക്കൽ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് എന്ന്?
2004. ലബോറട്ടറിയിൽ നിർമ്മിച്ച ആദ്യത്തെ ജീവകം സി. അൽജിബ്ര എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉണ്ടായത്? അറബി. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ഭാരതരത്നം നേടിയ വ്യക്തി? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. കേരളത്തിലെ തടാകങ്ങളുടെ എണ്ണം എത്രയാണ്? 34. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി? BR അംബേദ്കർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ഗ്രാമപഞ്ചായത്ത്? കുമളി. ഇന്ത്യൻ പാർലമെൻറ്റിൽ ശൂന്യവേള സമ്പ്രദായം നിലവിൽ വന്ന വർഷം? 1962. ശ്രീബുദ്ധൻ്റെ രൂപം ആദ്യമായി നാണയത്തിൽ കൊത്തിയ രാജാവ്? കനിഷ്കൻ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിസ്തീർണമുള്ള ഗ്രാമപഞ്ചായത്ത്? വളപട്ടണം. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ? ഇതാണെൻ്റെ പേര്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹിത്യകൃതി? കാളിദാസ ശാകുന്തളം. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ? ഭാരതപ്പുഴ. കേരളത്തിൽ ആദ്യമായി സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത്? കഞ്ഞിക്കുഴി. കേരളത്തിലെ ഏക പീഠഭൂമി? വയനാട്. അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കപ്പെടുന്ന നദി? പെരിയാർ. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ്? സ്വാതി തിരുനാൾ. കേരളത്തിൽ വധശിക്ഷ നിർത്തലാക്കിയ ആദ്യത്തെ നാട്ടുരാജ്യം? തിരുവിതാംകൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം? നേര്യമംഗലം. അത് എറണാകുളത്താണ്. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത്? അംശി നാരായണപിള്ള. 7 മലകളുടെ നാട് എന്നറിയപ്പെടുന്നത്? ജോർദാൻ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ സുന്ദർബൻ സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ. സുവർണ ചതുഷ്കോണം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാത. പഹാരി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വിൻസെൻ്റ് സ്മിത്ത്. ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ ഇ. വനിതകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം? ന്യൂസിലൻഡ്. ഗലീന എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ലെഡ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം? ബാരൻ ദ്വീപ്. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി? കാവേരി. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത ബഹുമതി എന്താണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന. ഏഷ്യൻ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത്? മാഗ്സസെ അവാർഡ്. ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം? ലിയോൺ. ആദ്യമായി കണ്ടെത്തിയ ക്ഷുദ്രഗ്രഹം? സൈറസ്. മലയാളത്തിലെ ആദ്യ ചെറുകഥ? വാസനാവികൃതി. അതെഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം? മനില. ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ? ഒരു ദേശത്തിൻ്റെ കഥ. എഴുതിയത് എസ് കെ പൊറ്റക്കാട്. വിനോദസഞ്ചാരം ഒരു വ്യവസായമായി അംഗീകരിച്ച സംസ്ഥാനം? കേരളം. കേരളത്തിൽ ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്നറിയപ്പെടുന്നത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ജനഗണമന എന്ന് തുടങ്ങുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനം എന്നാണ് നമ്മുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്?
1950 ജനുവരി 24. ഇന്ത്യൻ കറൻസിയിൽ രൂപയുടെ മൂല്യം എത്ര ഭാഷകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്? 17. ഭരണഘടനാ നിർമ്മാണ സമിതി ത്രിവർണ പതാകയെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. തുഞ്ചൻ സ്മാരകത്തിൻ്റെ ആസ്ഥാനം? തിരൂർ. ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം? വിൽപ്പന നികുതി. രാജ്യത്ത് ഓഹരി വിപണികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്? സെബി. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ്? കേരളം. 8 കാലികളുടെ ശ്വസനാവയവം? ബുക്ക്ലെഗുകൾ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം? അലൂമിനിയം. സിമൻറ്റിൻ്റെ സെറ്റിംഗ് സമയം ക്രമീകരിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ജിപ്സം. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? 1957 ഏപ്രിൽ 27. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖയുടെ പേര്? ധവളപത്രം. യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ കർത്താവ്? ലിയോ ടോൾസ്റ്റോയ്. ഉറൂബിൻ്റെ യഥാർത്ഥ പേര്? PC കുട്ടിക്കൃഷ്ണൻ. ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം? നീല. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം? പ്ലാറ്റിനം. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജന്മദിനം? ഒക്ടോബർ 2. ആഗ്ര നഗരം ഏത് നദിയുടെ തീരത്താണ്? യമുന. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വിദേശ വനിത? മാർഗരറ്റ് താച്ചർ. പതാകയുടെ പഠനത്തെക്കുറിച്ച് പറയുന്ന പേര്? വെക്സിലോളജി. ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം? നീല. നിലവിലുള്ള ദേശീയ പതാകകളിൽ ഏറ്റവും പഴക്കം ചെന്നത് ഏത് രാജ്യത്തിൻ്റേതാണ്? ഡെൻമാർക്ക്. ഭോപ്പാൽ വിഷവാതക ദുരന്തം നടന്ന വർഷം? 1984. കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്? 14. റബ്ബർ മരത്തിൻ്റെ ജന്മനാട്? ബ്രസീൽ. ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? AK ഗോപാലൻ. സെലനോഗ്രഫി ഏത് ശാസ്ത്രീയ പഠനമാണ്? ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. വിങ്സ് ഓഫ് ഫയർ ആരുടെ പുസ്തകമാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന രേഖ? റാഡ്ക്ലിഫ് രേഖ. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ? ട്രിഗ്വേലി. ഉത്തർപ്രദേശിൻ്റെ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? പുരുഷോത്തം ദാസ് ടണ്ടൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡ്? സരസ്വതി സമ്മാൻ. മിഷണറീസ് ഓഫ് ചാരിറ്റീസ് എന്ന സംഘടന രൂപീകരിച്ച വനിത? മദർ തെരേസ. നെഹ്റു കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? തമിഴ്നാട്. ടാർജറ്റ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. ആയുർവേദത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന വേദം? അഥർവവേദം. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം? ചുവപ്പ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ പോഷക ഘടകം? മാംസ്യം. ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മജീവി? വൈറസ്. ഹിപ്പോപ്പൊട്ടാമസുകളുടെ വിയർപ്പിൻ്റെ നിറം? ചുവപ്പ്. ചുവന്ന ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഓക്സാലിക് ആസിഡ്.
ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം. ഹൃദയം. നീന്തൽക്കുളം അണുവിമുക്തമാക്കുവാൻ ഉപയോഗിക്കുന്ന വാതകം. ക്ലോറിൻ. അന്ത്യവിധി ആരുടെ ചിത്രമാണ്? മൈക്കൽ ആഞ്ചലോ. ആര്യഭട്ടൻ ജനിച്ച വർഷം? AD 476. ഏറ്റവും കൂടുതൽ തവണ നോബൽ സമ്മാനം നേടിയ അന്താരാഷ്ട്ര സംഘടന? റെഡ് ക്രോസ്. കുഞ്ചൻ സ്മാരകത്തിൻ്റെ ആസ്ഥാനം? അമ്പലപ്പുഴ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? നോർമൻ ബോർലോഗ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കല്ലട. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ബാംഗ്ലൂർ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം? 1920. രാജ്യത്ത് ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി? ഷിയോനാഥ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി? വല്ലഭായ് പട്ടേൽ. വേദങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് ഏത് സംഘടനയുടെ ലക്ഷ്യമാണ്? ആര്യസമാജം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശം ഗാന്ധിജി നൽകിയത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്? നൂറനാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷുകാരനായ പ്രസിഡന്റ്? ജോർജ് യൂൾ. പ്രാചീന മതങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി വാദിച്ച സംഘടന? തിയോസഫിക്കൽ സൊസൈറ്റി. ഓൾ ഇന്ത്യ റേഡിയോ സ്ഥാപിച്ച വർഷം? 1936. ഗുമ്ര എന്ന ആദിവാസി നൃത്തരൂപം ഏത് സംസ്ഥാനത്താണുള്ളത്? ഒറീസ. സിംഫണി ചിട്ടപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ, സംഗീതജ്ഞൻ? ഇളയരാജ. തഞ്ചാവൂരിലെ പ്രശസ്തമായ രാജരാജേശ്വര ക്ഷേത്രം നിർമ്മിച്ചത്? സിംഫണി ചിട്ടപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംഗീതജ്ഞൻ? ഇളയരാജ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ്? പഞ്ചാബ്. സഞ്ചാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്? മാർക്കോ പോളോ. എഞ്ചിനീയേഴ്സ് ദിനം? സെപ്റ്റംബർ 15. യു ആർ ബോൺ ടു ബ്ലോസം ആരുടെ പുസ്തകമാണ്? APJ അബ്ദുൽ കലാം. ചോളന്മാരുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? രാജേന്ദ്ര ചോളൻ. ജാബ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബറിനോട് പരാജയപ്പെട്ടത് ആരാണ്? ഹെമു. ആരുടെ ആത്മകഥയാണ് ഞാൻ? NN പിള്ള. ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത്? റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡ്. ദേശീയ യുവജന ദിനം? ജനുവരി 12. ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മനില. റിസർവ് ബാങ്ക് രൂപം കൊണ്ട വർഷം? 1935. വേടന്തങ്കൽ എന്ന പക്ഷി സങ്കേതം എവിടെയാണ്? തമിഴ്നാട്. കാക്കരപ്പാറ ജലസേചന പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. മലയാളത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ള ദിനപത്രം? മലയാള മനോരമ. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ത് നിർണ്ണയിക്കാനുള്ളതാണ്? എയ്ഡ്സ്. നേതാജി ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൽക്കട്ട. തീർത്ഥാടകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഹുയാൻ സാങ്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പെന്നി ബ്ലാക്ക്. താങ്ക് യു. നിങ്ങൾക്ക് ഈ ഓഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.